എങ്ങനെയാണ് സമീറയുടെ എത്ര വർഷം മുമ്പ് അവിടെ? സമീർ ഇവിടുന്ന് 5 കൊല്ലം ആയി ഇവിടുന്ന് പോയിട്ട്. പത്തനംതിട്ടയുള്ള ഒരു 3 പേര് നടത്തുന്ന ഒരു കമ്പനിയാണിത്, കുവൈറ്റിൽ. ഇവിടുന്ന് അങ്ങനെ വിസ എടുത്ത് പോയതാണ്. പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് വന്നു. പിന്നെ 2 കൊല്ലം വീണ്ടും പോയിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് വന്ന് കല്യാണം കഴിച്ചു. പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് പോയിട്ട് 8 മാസമായി. അങ്ങനെ അവിടുത്തെ ഡ്രൈവറാണ്, കമ്പനിയുടെ വലിയ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. നമ്മളിവിടെ സംഭവം അറിയുന്നത് രാവിലെ 11 മണിക്കാണ്. കുവൈറ്റിലുള്ള തൊട്ട് ഷമീറിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്തൊരു അപകടം എടുത്ത് ചാടി അപകടം പറ്റി. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു വീട്. അപ്പോൾ ഒരു വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവിടെ അറിയിച്ചത്. അങ്ങനെ പുള്ളി ഷമീറിൻ്റെ ഫാദർ എന്നെയാണ് വിളിക്കുന്ന, സ്ഥലം ഓയിലാണ്. പുള്ളി എന്നെ വിളിച്ചു, എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. കാര്യം തിരക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ കാര്യം തിരക്കി. പുള്ളിക്ക് പിന്നെ സംസാരിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഷമീർ തീയിൽ അപകടപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ എത്തി ഒക്കെയാണ്. അന്നേരമാണ് പിന്നെ ഈ ചാനലിലുള്ള വാർത്തകളെല്ലാം അനുസരിച്ചാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ ബന്ധപ്പെട്ട് പലരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ അപകടം പറ്റി. ആദ്യത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുന്നത് വരെയും മരണപ്പെട്ടില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് മരണപ്പെട്ടത്. അത് പിന്നെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ബോഡി മാറ്റിയിരിക്കുമെന്നാണ് നമ്മൾ അറിവ്. ഔദ്യോഗികമായി നമ്മളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. അവിടെ ഉള്ളവരിങ്ങനെയുള്ളൊരു വിവരങ്ങൾ തന്ന് വിളിച്ച് അറിയിച്ച സംഭവത്തിലാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഷമീറിൻ്റെ ഭാര്യയും ഷമീറിൻ്റെ ഫാദറും മദറും ഇവിടെ ഉണ്ട്. അവർ 2 പേരും, ഭാര്യയും മദറും അറിഞ്ഞിട്ടില്ല. അവർ ആശുപത്രിയിൽ ICUലാന്നുള്ളവരിലാണ്, ഔദ്യോഗികമായി അറിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാം ഈ നാടും മൊത്തവും ദുഃഖത്തിൽ ഇങ്ങനെ പോണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് നാളെ മറ്റന്നാൾ മിനിസ്റ്റർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധനകാര്യമന്ത്രി രാജ്പാൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അല്ല വേറെ ഡൽഹിയിൽ നിന്ന് പിന്നെ കൊടുക്കുന്ന സുരേഷ് വിളിച്ച് സംഭവം അറിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു, ഫോണിൽ തന്നെ നമ്മളായിട്ട് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും അവിടെ നീക്കുന്നുണ്ട്. എന്തുണ്ടെങ്കിലും നമ്മളെ അറിയിച്ചാൽ മതി, വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ദുഃഖത്തിലും, നാട്ടുകാരും വീട്ടുകാരും എല്ലാം വളരെ ദുഃഖത്തിലാണ് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു മിനിസ്റ്റർ ലെവലിൽ അതിൽ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ബോഡി നമുക്ക് നാട്ടിലെത്തിക്കാനുള്ളൊരു സന്ദർഭം ഗവൺമെൻറ് ഭാഗത്ത്, കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നമ്മളതിന് ആ ബോഡി നമ്മളെ നാട്ടിൽ എത്തിക്കണമെന്നുള്ള അഫെയർ തന്നെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളത്. അല്ല, അത് ഇപ്പോഴും ഒരു 1 മണിക്കൂറിനും വിളിച്ചിട്ട് പറഞ്ഞ് പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് അവിടുത്തെ മിനിസ്റ്ററൊക്കെ വന്ന് കണ്ടു. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണത്. എല്ലാവരെയും ഒഴിപ്പിച്ചു. ഇനി അവിടെ ബോഡികളോ മറ്റു ആളുകളോ ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ അത് സീൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിവ്. അവിടെ നിൽക്കുന്നവർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ അറിഞ്ഞിരിക്കുന്നത്. മറ്റു മലയാളി കൊല്ലം ജില്ലയിൽ 3 പേര് മരണപ്പെട്ടതാണ് ഇപ്പം ചാനൽ സംവിധാനം വന്നപ്പോൾ അറിഞ്ഞത്. Subscribe to One India channel and never miss an update.